السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ രണ്ട് വിഭാഗം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കാത്ത, ദുഃഖിതരായിക്കൊണ്ട് ജീവിക്കുന്നൊരു വിഭാഗവും, അതേസമയം തന്നെ മറ്റൊരു വിഭാഗം ജീവിതത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അതുപോലെ തന്നെ ആഹ്ലാദത്തോടെയും ജീവിക്കുന്ന മറ്റൊരു വിഭാഗത്തിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഈ ഒരു വിഭാഗം സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി ജീവിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിന് റാഹത്ത് ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്? ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ജീവിതം നാം പഠനവിധേയമാക്കുമ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും ജീവിക്കുന്ന ആളുകൾ വിശ്വാസികളും അതുപോലെ തന്നെ അവർ തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിലേക്ക് എന്ത് പ്രയാസങ്ങൾ കടന്നു വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അവർക്ക് ധാരാളം പ്രതീക്ഷകളുണ്ടാകും. അതിര് കവിഞ്ഞ രൂപത്തിലുള്ള നിരാശ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല തവ്വാബാണ്, തങ്ങളുടെ തിന്മകൾ അള്ളാഹു പുറത്തു നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ളവരായിരിക്കും. എന്നാൽ അതേസമയം തന്നെ ദുഃഖത്തിൽ സമാധാനമില്ലാത്ത ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് തെറ്റിൽ അടിയുറച്ച് നിൽക്കുന്നവരായിരിക്കും. അവർ ധാരാളം തിന്മകൾ പ്രവർത്തിക്കുന്ന, ആ തിന്മകളിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നവരായിരിക്കും ആ വിഭാഗം ആളുകൾ എന്നാണ് സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, തൗബ ചെയ്യുന്ന ആളുകൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നത് പോലെ തന്നെ തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ തിന്മകളെ വളരെ ഗൗരവത്തിൽ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. തിന്മകൾ അടിയുറച്ച് നിൽക്കുന്നതിനെ വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ തിന്മകളിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത് ആക്ഷേപാർഹമായ, ഇസ്ലാം ശക്തമായി കൊണ്ട് വിരോധിച്ച ഒരു സ്വഭാവമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അഹങ്കാരികളാണ് തിന്മയിൽ അടിയുറച്ച് നിൽക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറ വബശ്ശിർഹു ബിഅദാബിൻ അലീം. അവരോടെങ്ങാനും തിന്മ ചെയ്യുന്ന, തിന്മയിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അവരോട് പറഞ്ഞു കൊടുത്താൽ, അവർ അഹങ്കാരത്തോടു കൂടി കേൾക്കാത്ത രൂപത്തിൽ ചെവിയിൽ അടപ്പുള്ളതുപോലെ അവർ തിരിഞ്ഞു കളയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മ എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് തിരിച്ചറിയുമ്പോൾ നന്മയിൽ അടിയുറച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തിന്മയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ വേദനാജനകമായ ശിക്ഷയാണ് തിന്മയിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലിരുന്ന് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ച ഒരു ചരിത്രം ഖതീബ് ഇവിടെ സൂചിപ്പിച്ചു. അകല റജുലുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശിമാലിഹി, ഇടത് കൈ കൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, കുൽ ബിയമീനിക, നിന്റെ വലതു കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കണമെന്ന്. ആ മനുഷ്യൻ അഹങ്കാരത്തോടെ ആ തിന്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ലാ അസ്തതീഉ, എനിക്കതിന് സാധിക്കുകയില്ല, ഞാൻ ഇടത് കൈ കൊണ്ടേ ഭക്ഷിക്കൂ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറഞ്ഞു, ലസ്തതഅത മാ മനഅഹു ഇല്ലൽ കിബർ, നിനക്ക് ഇനി ഒരിക്കലും അതിന് സാധിക്കാതിരിക്കട്ടെ, നിന്നെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നതിൽ നിന്ന് തടഞ്ഞത് അത് കിബറാണ്, അഹങ്കാരമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹത്തിന് ഉയർത്തുവാനേ സാധിച്ചിട്ടില്ല എന്ന്. സഹോദരങ്ങളെ നോക്കൂ, തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നത്, അഹങ്കാരത്തോടെ കൂടി തിന്മയിൽ ഉറച്ചു നിൽക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവമായി കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അഹങ്കാരികൾക്കല്ലാതെ തിന്മയിൽ അടിയുറച്ച് നിൽക്കുവാൻ സാധിക്കുകയില്ല. നിസാരമായിക്കൊണ്ട് തിന്മകളെ നോക്കിക്കാണുവാനും സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വമിനൻ നാസി, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മയ്യുഅജിബുക ഖൗലഹു, അവൻ്റെ സംസാരം പ്രവാചകരെ താങ്കളെ അത്ഭുതപ്പെടുത്തും. ഫിൽ ഹയാത്തി ദുനിയ വശഹിദല്ലാഹ മാ ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം, അവരുടെ ഖൗലുകൾ, അവരുടെ വാക്കുകൾ താങ്കളെ ഈ ഒരു ഇഹലോക ജീവിതത്തിൽ താങ്കളെ അത്ഭുതപ്പെടുത്തും. അവൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങളെ അള്ളാഹുവിനെ മുൻനിർത്തി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ വഇദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, താങ്കളുടെ അടുക്കൽ നിന്നും ആ ഒരു വിഭാഗം ആളുകൾ പോവുകയാണെങ്കിൽ താങ്കളുടെ അടുക്കൽ വളരെ മാന്യന്മാരായിരിക്കും, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന രൂപത്തിലായിരിക്കും താങ്കളുടെ അടുക്കൽ ആ വിഭാഗം ആളുകൾ ഉണ്ടാകുക. എന്നാൽ താങ്കളുടെ അടുക്കൽ നിന്നും ആ കൂട്ടം ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, കൃഷികളും വിളകളും നശിപ്പിക്കുന്ന ആളുകളായിക്കൊണ്ടായിരിക്കും അവരെ കാണുവാൻ സാധിക്കുക. അങ്ങനെ തിന്മകൾ ചെയ്യുന്ന, വിളകൾ നശിപ്പിക്കുന്ന, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ഈ ആളുകളോടെങ്ങാനും വഇദാ ഖീല ലഹു, ആ വ്യക്തിയോട് പറയുകയാണ്, ഇത്തഖില്ലാ, താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, താങ്കൾ ഈ തിന്മകൾ പ്രവർത്തിക്കരുത്, ഇതിന് വലിയ ദോഷം താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് എന്നുള്ള രൂപത്തിൽ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് അവനോട് പറയുമ്പോൾ അഖദത്ഹുമുൽ ഇസ്സതു, അവനെ ദുരഭിമാനം പിടികൂടും, അവൻ്റെ മനസ്സിലേക്ക് അഹങ്കാരം കടന്നു വരും, അവൻക്ക് വാശിയുണ്ടാകും. അങ്ങനെ അവൻ ആ തിന്മയിൽ അടിയുറച്ച് നിൽക്കുകയും അവൻ്റെ സങ്കേതം നരകമായി തീരുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ, സഹോദരങ്ങളെ, തിന്മയിൽ അടിയുറച്ച് നിൽക്കുക, അതുപോലെ തന്നെ തിന്മകൾ വിരോധിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് വിരോധിക്കണം, അതിനെന്താണ് പ്രശ്നം എന്നുള്ള രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പല ന്യായങ്ങളും കടന്നു വരുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ളൊരു വിഷയമായി കൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ കാര്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇബ്ലീസിൻ്റെ ചരിത്രം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടും ഇബ്ലീസിനോടും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇബ്ലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം? ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസിനോടും അതുപോലെ തന്നെ മലായികതീങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യണം എന്ന് കൽപ്പിച്ചപ്പോൾ ഇബ്ലീസിൻ്റെ ദുരഭിമാനം, അവൻ്റെ അഹങ്കാരം, അവൻ്റെ വാശി ആ തിന്മയിൽ ഉറച്ചു നിൽക്കുന്നതിനെ പ്രേരിപ്പിച്ചു. അവൻ തിന്മയിൽ ഉറച്ചു നിന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് വേണ്ടി സുജൂദ് ചെയ്യുകയില്ല എന്ന്. അതേ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ ശപിച്ചു. നരകമാണ് അവൻ്റെ സങ്കേതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട്
പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മയിൽ അടിയുറച്ച് നിൽക്കുക, അഹങ്കാരത്തോടു കൂടി അടിയുറച്ച് നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചേർന്നിട്ടുള്ള ഗുണമല്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ അഹങ്കാരത്തോടു കൂടി തിന്മയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും ആഖിറത്തിലും അങ്ങേയറ്റത്തെ ഖേദവും ദുഃഖവും നിരാശയുമായിരിക്കും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇബ്ലീസിൻ്റെ ചരിത്രം പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഭൂമിയിലുള്ള ഓരോ ആദം സന്തതികളും അള്ളാഹുവിനു വേണ്ടി സുജൂദ് ചെയ്യുന്ന സമയത്ത്, സുന്നത്ത് നമസ്കാരത്തിലാകട്ടെ മറ്റുള്ള ഫർള് നമസ്കാരത്തിലാകട്ടെ, ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന സമയത്ത് അവൻ പറയും, എൻ്റെ നാശമേ, ഞാൻ അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച സന്ദർഭത്തിൽ ആദമിന് വേണ്ടി സുജൂദ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ദുര്യോഗം, ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട അവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു എന്നുള്ള രൂപത്തിൽ ഇബ്ലീസ് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ആ പ്രവാചകന്മാരെ നിഷേധിച്ച, ആ പ്രവാചകന്മാരെ കളവാക്കിയ ആളുകൾ തിന്മയിൽ അഹങ്കാരത്തോടെയും വാശിയോടെയും അടിയുറച്ച് നിന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഞാൻ എൻ്റെ സമൂഹത്തിന് പ്രബോധനം ചെയ്തിട്ടുണ്ട്. അവർക്ക് ദീനിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന കലിമത്തു തൗഹീദ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഞാൻ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുവോ, ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, അവർ ഓടിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. വ ഇന്നി കുല്ലമാ ദഅൗതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ. ഏതെല്ലാം സമയത്ത് ഞാൻ അവരെ ദീനിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ ആ സന്ദർഭത്തിൽ അവർ അവരുടെ ചെവി അടച്ചു വെക്കും, അവരുടെ വസ്ത്രം കൊണ്ട് അവരുടെ തല പരിപൂർണമായി കൊണ്ട് മൂടും. അതുപോലെ തന്നെ വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ, അവർ തിന്മയിൽ അടിയുറച്ച് നിൽക്കുകയും അഹങ്കാരത്തോടു കൂടി അവർ തിരിഞ്ഞു കളയുകയും ചെയ്യുമെന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, അത് പതിവാകുന്നുണ്ടെങ്കിൽ, അതിൽ നാം അടിയുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അഹങ്കാരികളുടെ സ്വഭാവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച ആ വിഭാഗം ആളുകളുടെ സ്വഭാവമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതേപോലെ തന്നെ തെറ്റിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വൻപാപമാണ്. ഒരു ചെറിയ തിന്മകളിലാണ് നാം ഉറച്ചു നിൽക്കുന്നതെങ്കിലും അത് ഉറച്ചു നിൽക്കുന്നത് കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അത് വൻ പാപമായിക്കൊണ്ടാണ് കണക്കാക്കുക എന്ന്. മഹാനായ പണ്ഡിതൻ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൽ ഇനാദു വൽ ഇസ്റാറു അല ദുനൂബി യജ്അലു സഗീറഹാ കബീറൻ ഫിൽ ഹുക്മി വൽ ഇസ്മി. ഒരു മനുഷ്യൻ ഒരു ചെറിയ തിന്മയാണ് ചെയ്യുന്നത്, വളരെ നിസാരമായ തിന്മ, പക്ഷെ ആ തിന്മ എല്ലാ ദിവസവും അടിയുറച്ച രൂപത്തിൽ ആ മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ തിന്മ അതിൻ്റെ ഹുക്കുമിൽ, അതിൻ്റെ വിധിയിൽ വൻ പാപമായി കൊണ്ടായിരിക്കും പരിഗണിക്കുക എന്ന് മഹാനായ പണ്ഡിതൻ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ സഹോദരങ്ങളെ, ഒരു തിന്മയെയും നാം നിസാരവൽക്കരിക്കുവാൻ പാടില്ല. ഇത് ചെറിയ തിന്മയല്ലേ, ഇത് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രശ്നം എന്നുള്ള രൂപത്തിൽ ഒരിക്കലും അതിൽ അടിയുറച്ച് നിൽക്കുവാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇയ്യാക വമുഹ്ഖിറാത്തി ദുനൂബ്, തിന്മകളെ നിസാരവൽക്കരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. ഒരു തിന്മയെ അത് നിസാരമായ രൂപത്തിൽ കണക്കാക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനദ്ദുനൂബി സഗീറ, ഒരു തിന്മ അത് ചെറിയതാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ആ തിന്മയെ നിസാരവൽക്കരിക്കുവാൻ പാടില്ല എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാ പറയുകയാണ്. അദ്ദേഹത്തിന് ശേഷം വന്ന ചില ആളുകളോട് പറഞ്ഞു, നിങ്ങളിൽ ചില ആളുകളുണ്ട്, ആ ആളുകൾ തിന്മയെ രോമത്തെ പോലെ നിസാരമായി കൊണ്ടാണ് കാണുന്നത്, ഒരു വിലയും ഒരു ഗൗരവവും തിന്മക്ക് നൽകുന്നില്ല. പക്ഷേ ഞങ്ങളാകട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കളായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തിന്മ കടന്നു വരുമ്പോൾ അത് വൻപാപമാണ് എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾ ഓരോ തിന്മയെയും, നിസാരമായ തിന്മയെയും കണക്കാക്കിയിരുന്നത് എന്ന് അനസ് ഇബ്നു മാലിക്
റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ചു നോക്കൂ. തിന്മയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ടോ? അത് ചെറുതല്ലേ, നിസാരമല്ലേ എന്നുള്ള രൂപത്തിൽ നാം അത്തരക്കാരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറി. എന്നിട്ട് സ്വഹാബാക്കളോട് പറഞ്ഞു, ഇർഹമു തുർഹമു, നിങ്ങൾ കാരുണ്യം ചെയ്യുക, നിങ്ങൾ കാരുണ്യത്തോടു കൂടി മറ്റുള്ള ആളുകളുമായി കൊണ്ട് സംസാരിക്കുക, പെരുമാറുക, എങ്കിൽ തുർഹമു, അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കും. യഗ്ഫിറു യഗ്ഫിരില്ലാഹു ലക്കും, നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങളോട് അന്യായമായി അക്രമം ചെയ്ത, നിങ്ങളോട് മോശമായി കൊണ്ട് പ്രവർത്തിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക, എങ്കിൽ യഗ്ഫിരില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകും. ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൈലുൽ ലിൽ മുസ്രിന അല്ലദീന യുസറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഒരു കാര്യം അത് തിന്മയാണ് എന്നറിഞ്ഞിട്ടും അത് ബോധ്യപ്പെട്ടിട്ടും പലിശ അത് ഹറാമാണ്, അത് സ്വീകരിക്കുവാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പാടില്ല, ഹറാമാണ് എന്നറിഞ്ഞിട്ടും ആ പലിശയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരാൾ രഹസ്യമായി തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അശ്ലീലമായ ഓരോ രംഗങ്ങളും കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള തിന്മയാണ് എന്നറിഞ്ഞിട്ടും ആ തിന്മയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻക്ക് നാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. എത്ര ഗൗരവത്തിലാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മയിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ വല്ല തിന്മകളും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തിന്മയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖ് നഷ്ടപ്പെടും. തിന്മകൾ ചെയ്യുമ്പോൾ മനസ്സിലേക്ക് കറുത്ത പുള്ളികൾ പതിക്കും. ആ കറുത്ത പുള്ളികൾ പതിച്ച് അവസാനം ഹൃദയം കറുത്തതാകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു ചെന്നാൽ പിന്നീട് ഹക്കുകൾ തിരിച്ചറിയുവാനുള്ള ഒരു അവസരം ലഭിക്കുകയില്ല. അവൻ്റെ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഹസനാത്തുകളാണ്, നന്മകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ തെറ്റിലുറച്ച് നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിൽ നിന്നും വിദൂരത്തായി ഏറ്റവും ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് എന്നാണ് ഖത്തീബ് നമ്മോട് സൂചിപ്പിച്ച മറ്റൊരു കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ ഏതാണ് എന്നും നന്മകൾ ഏതാണ് എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിൽ അടിയുറച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സ്വഹാബി ചോദിച്ചു, മൽ ഇസ്മു, എന്താണ് റസൂലെ തിന്മ? തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ ഹാക ഫീ സദ്രിക വകരിഹ്ത അയ്യത്വലി അലൈഹി നാസ്. നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്ന, നിന്റെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല, അത് ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ള രൂപത്തിൽ മനസ്സിന് വല്ല പ്രയാസങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിന്മയാണ്. വകരിഹ്ത അയ്യത്വലി അലൈഹി നാസ്, ജനങ്ങൾ അറിയുന്നത്, ജനങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നതിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, വെറുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യവും തിന്മയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന് മുക്തരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഖുതുബയിൽ ഖതീബ് സൂചിപ്പിച്ച ഒരു വിഷയം, നിരന്തരമായി കൊണ്ട് അള്ളാഹുവിനോട് ദീനിൽ അടിയുറച്ച് നിൽക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ നാം പരിശോധിക്കുമ്പോൾ ധാരാളമായി അധികരിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തിനെ നിൻ്റെ ദീനിൽ നീ അടിയുറപ്പിച്ച് നിർത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കൊണ്ട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അധികരിപ്പിച്ച് ദീനിൽ അടിയുറച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സകല തിന്മകളും അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين من كل ذنب فاستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله